വെൽക്കം ടു മിസ് സഞ്ചാരി സ്പീക്സ്. വെൽക്കം ബാക്ക് ടു മിസ് സഞ്ചാരി സ്പീക്സ്. ഫ്രൈഡേ നൈറ്റ് ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. കൂടെ ചാടാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വേറെന്ത് വേണമല്ലേ? അങ്ങനെ ഡാൻസ് കളിച്ച് ഞാൻ എന്റെ എനർജിയൊക്കെ റീചാർജ് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ലോങ് ടൈം നോ സീ അല്ലേ? ജോലിത്തിരക്ക് കാരണം അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിഷമം എനിക്ക് എന്നിനുള്ളിൽ തന്നെ കണ്ടു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇനി ബാക്ക് ടു ദ ട്രാക്ക്. ഹെൽത്തി ആയിട്ട് സാലഡ് ഒക്കെ എടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. ചായയിൽ ഞാൻ ഷുഗർ എടുത്തില്ലെങ്കിലും ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചായയിൽ ഇടാത്ത ഷുഗർ ഞാൻ ഇത് വെച്ച് തന്നെ ബാലൻസ് ചെയ്യും. രാവിലെ തന്നെ ഓടാനൊക്കെ പോയി. പിന്നെ വീട്ടിലൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഫോണൊന്നും അധികം യൂസ് ചെയ്തില്ലായിരുന്നു. ഇന്ന് ശരിക്കും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്ലാസ് ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ എന്റെ പ്രതീക്ഷകളും എന്റെ പ്ലാനുകളും എല്ലാം തകിടം മറിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു. എന്നും ചോറും മോരല്ലേ കഴിക്കുന്നത്. ഇന്നൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഇതാ പ്രോൺസ് സ്പാഗറ്റി. അത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊഞ്ചൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബട്ടറിനകത്ത് മറ്റേ ഉള്ളിയും എന്തൊക്കെയോ സംഭവങ്ങൾ ഞാൻ ആ സമയത്ത് ഇട്ടതാണ്. എന്നോട് ഇപ്പം ചോദിക്കരുത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിതാ ഇങ്ങനെ റെഡിയായി വന്ന സ്പാഗറ്റിയിലോട്ട് ഇട്ട് കലക്കിയെടുത്താൽ ഇങ്ങനൊരു സംഭവം റെഡിയാവും. എന്തൊക്കെ പറഞ്ഞാലും ചോറും മോരും ഇല്ലെങ്കിൽ എനിക്കൊരു ഉന്മേഷമില്ല. അതുകൊണ്ട് തന്നെ ചോറും മോരും റെഡിയാക്കാം. മോര് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇവിടെ സ്മോക്ക് അലാർം അടിച്ചു. അത് പിന്നെ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചു പോയി ഓഫ് ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഫയർഫോഴ്സ് വന്നേനെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചോറും മോരും കൊഞ്ച് ഫ്രൈയും. ആഹാ, അടിപൊളി. പാചകം കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൺ ഒരവസ്ഥയായി. അപ്പം ഇന്നത്തെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളൊന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്കെന്ന് വെച്ചാൽ അധികം ദൂരമൊന്നുമല്ല. വീട്ടിൽ നിന്നൊരു 2 മിനിറ്റ് ദൂരെ. എങ്ങോട്ടാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഞങ്ങളുടെ തലൈവി നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തലൈവിയെ കാണാൻ പോവാം. തലൈവി വന്ന പാടെ ക്ലീനിങ് പ്രോസസ്സിലായിരുന്നു. ഇതാണ് സൂസി. സൂസി ഞങ്ങളുടെ പ്രായമല്ലെങ്കിലും ഞങ്ങളുടെ വൈബാണ്. സൂസി പിന്നെ വന്നത് വെറും കൈയോടെ അല്ല, കുറെ ചിപ്സും സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. 1 മാസം കഴിഞ്ഞ് സൂസിനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരുന്നു. എന്താന്നറിയില്ല, എനിക്കൊരു കംഫർട്ട് സോൺ ആണ് സൂസി. പൊക്കി പറഞ്ഞത് ചിപ്സ് തന്നോണ്ടല്ല കേട്ടോ. ഈ ബ്യൂട്ടി ഇതൊക്കെ വരണ്ടേ ചേച്ചി? എന്നെ പുതിയ മൂക്കുത്തിയാണോ? എന്റെ വ്യൂവേഴ്സിനെ കാണിക്കണോ പുതിയ മൂക്കുത്തി? സീന സോസി ക്യൂട്ട്നെസ് വാരി എറിയുകയാണ് ഗൈസ്. പട്ടി പോകുന്ന ചിരി. സോറി, നീ ആയിരുന്നു. ആൻമരിയുടെ കഥ കേൾക്കാം. ഞങ്ങളുടെ കൂട്ടത്തില് ഒത്തിരി ടാലന്റഡ് ആയ കഥ എഴുതുന്ന ഒരാളുണ്ട്. അപ്പം ആ ആളുടെ കഥ വായിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് ഇരുന്നു. സ്റ്റാർട്ടിങ് ചെയ്ത് ദേവപ്രിയ, അതാണ് ഞാൻ ആ വീട്ടിലെ ഞങ്ങളുടെ മുറിക്കുള്ളിൽ കയറി. ഒരു വലിയ റൂമായിരുന്നു അത്. ഒരു ഹാളിന്റെ വലിപ്പമുണ്ട്. അതിന് ആ റൂം ചുറ്റും അല്ലല്ല സോറി ചുറ്റും പച്ചപ്പ്, കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകൾ. അങ്ങനെ ഞാൻ ദൂരത്തേക്ക് നോക്കി പയ്യെ എന്റെ മനസ്സിലേക്ക് പഴയ ഓരോ കാര്യങ്ങൾ ഓടി എത്താൻ തുടങ്ങി. നിൽക്കടി അവിടെ, നീ നിൽക്കുന്നോ അതോ ഞാൻ നിന്നെ പിടിക്കണോ? ഞാൻ അവൾ എഴുതിയ കഥ വായിക്കണം എന്നുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചുതരാം. കഥ അടിപൊളിയാണ്. ഞങ്ങൾ മൊത്തം വട്ടം ചുറ്റിയിരുന്ന അവളെ കളിയാക്കിയെന്നേ ഉള്ളൂ. അവർക്ക് ഈ സംഭവത്തിൽ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്നാണ് അറിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. എന്നാ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പേ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. ഷടപടേന്ന് ക്ലീൻ ആക്കാം. ഇത് കണ്ട ക്ലീൻ ആയില്ലെന്ന് തോന്നും, പക്ഷെ അത് അങ്ങനെ തന്നെയാണ്. ഈ സംഭവം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഇട്ട കൊഞ്ചും വെജിറ്റബിൾസ് ഒക്കെ എവിടെയും ഞാൻ തപ്പി തേടി നോക്കി. പക്ഷെ അതൊക്കെ അടിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. ഏതായാലും ഫുഡ് കഴിക്കായിരിക്കുമല്ലേ, എന്നാ പിന്നെ വെറുതെ ഇരിക്കണ്ട, ഒരു സിനിമ കണ്ടിരിക്കാം. ആലപ്പുഴ ജിംഖാന കാണണോ പടക്കളം കാണണോ? തൽക്കാലം പടക്കളം എടുക്കാം. അതിനൊക്കെ മുന്നേ ഞാൻ ഉണ്ടാക്കി ഈ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലുക്ക് അടിപൊളിയാണ്, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊക്കെ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിൽ 2 മിനിറ്റ്സ് മാഗി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച പോലും നോക്കിയില്ല. പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അടിപൊളിയാന്നല്ലേ പറയുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയത് മാത്രം ഞാൻ അത് പറയുമല്ല. സാധനം സെറ്റാണ്. ഡോണ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡോണയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കായിരുന്നു. പക്ഷെ ഡോണ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയുന്നു, സാധനം അടിപൊളി. ഫുഡ് കഴിക്കാൻ 10 മിനിറ്റ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ 3 മണിക്കൂറും പിന്നെ എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചൺ റെഡിയാക്കാൻ 1 അരമണിക്കൂറും.
എന്തല്ലേ അവസ്ഥ. ഏതായാലും ഇത്രയൊക്കെ ആയതല്ലേ, വെറുതെ കിടന്നുറങ്ങണ്ട. എന്നാ ഒന്ന് സ്കിൻ കെയർ റുട്ടീനോട് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇത് എത്ര നാളുണ്ടാവും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ വോണ്ട് ബി കൺസിസ്റ്റന്റ്. ലൈഫിൽ ചെറിയൊരു ഇൻകൺവീനിയൻസ് വന്നാൽ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ അങ്ങ് സൈഡാക്കി വെക്കും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. വീഡിയോ എടുക്കുന്നത് ഈസ് സംതിങ് ഐ റിയലി ലൈക്ക് ടു ഡു. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ഇൻകൺവീനിയൻസ് വന്നാലും ഐ എം ഗോണ കണ്ടിന്യൂ മേക്കിംഗ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.